എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയും ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പറാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. 2 മുട്ട വേണം കേട്ടോ. മുട്ട ഇതുപോലെ ഒരു ബൗളിലോട്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്ഥലത്തോട്ട് വെച്ച് കൊടുക്കാം. പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇതിലോട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലോട്ട് 2 ഏലക്ക പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മധുരമുള്ളതായിരിക്കും ഇഷ്ടം. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിൽ ആ വെള്ളമയമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നേരം ഇളക്കുമ്പോഴത്തേക്ക് ഇതായി കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കി ഇതിൽ ആ വെള്ളമയമൊക്കെ മാറി നല്ലതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.